ഹേ എവരിവൺ, ഇതെൻ്റെ ഒരു സുഹൃത്തുണ്ടാക്കിയ ഗെയിമാണ്. പുള്ളി ഒരു ഇൻഡി ഗെയിമറാണ്. പുള്ളിയുടെ ഇപ്പോൾ ആദ്യത്തെ ഗെയിമാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഈ ടാപ്പ് ടു ഫ്ലൈ ഗെയിമുകളില്ലേ, ഫ്ലാപ്പി ബേഡൊക്കെ അതുപോലത്തെ സിമിലർ കോൺസെപ്റ്റാണ്. കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്, കാരണം ഇതിൻ്റെ ഫിസിക്സിന് കുറച്ച് മാറ്റമുണ്ട്. ബോൾ കുറച്ചുകൂടെ പയ്യാണ് താഴേക്ക് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ കളർഫുള്ളാണ്. പിന്നെ ഒബ്സ്റ്റക്കിൾസ് ഈ ഭയങ്കര റാൻഡമായിട്ടാണ് വരുന്നത്. കോയിൻസൊക്കെ ഉണ്ട്, കുറച്ച് എക്സ്ട്രാ പവർ ഉണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഇനി തൊട്ട് ഒരു കോയിൻ എടുക്കുമ്പോൾ 2 കോയിൻ്റെ സ്കോർ കിട്ടും. പിന്നെ ചില പവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഹിറ്റ് ചെയ്യാതെ കടന്നു പോകാൻ പറ്റും. അതാണ് അത് അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒബ്സ്റ്റക്കിളിൻ്റെ ഇടയ്ക്കൂടെ ജസ്റ്റ് കടന്നു പോയി, കുഴപ്പമുണ്ടായില്ല. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല, നല്ല ഡിഫിക്കൽട്ടാണ്. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം, ഞാനിപ്പോൾ ഒരു 50 പ്രാവശ്യം കളിച്ചിട്ടുണ്ടാവും. അങ്ങനെ കളിച്ച് ഞാൻ കുറച്ചുകൂടെ ഇതിൻ്റെ ഫിസിക്സ് എനിക്ക് മനസ്സിലായി തുടങ്ങിയോണ്ടാണ് ഇപ്പോൾ ഇത് ഇച്ചിരിയോടെ എനിക്ക് ഈസിയായിട്ട് കളിക്കാൻ പറ്റുന്നത്. എൻ്റെ ഗോളെന്ന് പറയുകയാണെങ്കിൽ ആ കാണുന്ന കുറേ ബോളുകളില്ലേ, അതിനകത്ത് സോക്കർ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ അവസാനം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിത് ചില സമയത്ത് ഒന്നാമത്തെ കുഴപ്പം, ഇത് റാൻഡമായിട്ട് വരുന്നതുകൊണ്ടേ നമ്മളുടെ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ കറക്റ്റായിട്ട് കിട്ടും, ചിലപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടും. അപ്പോൾ അത് സ്കോർ കിട്ടില്ല എന്നുള്ളൂ, പക്ഷേ നമ്മൾ ചാവാതിരിക്കും, നമ്മൾ ബോൾ ഡൈ ആവാതിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, കുഴപ്പമുണ്ടായില്ല, അത് കടന്നു കിട്ടി. ഓക്കെ, കോയിൻ രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോയിൻ്റെ സൗണ്ട്. കോയിൻ മാങ്ങനായിട്ട് എന്നൊരു പവറുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കോയിൻ എടുക്കണ്ട, കോയിൻ നമ്മളിലേക്ക് പറന്നങ്ങ് വന്നോളും. ജസ്റ്റ് മിസ്സായിരുന്നു അത് ശരി, മിസ്സായിരുന്നു. എനിക്കൊരു പവർ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളവിടെ രക്ഷപ്പെട്ട് പോകുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കട്ടെ. ഇത് നമ്മൾ കുറേ കളിച്ച് കഴിയുമ്പോൾ നമുക്കിതൊരുമാതിരി ഒരു അഡിക്ഷൻ പോലെ. അപ്പോൾ പിന്നെയും തന്നെ അതിനകത്ത് ആടൊന്നും കാര്യമായിട്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് അടിച്ചുകൊണ്ടിരിക്കും പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഹൈ സ്കോർ 12 ഞാൻ ഹൈ സ്കോർ 30-40 എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട്. കുറച്ച് ഭാഗ്യമുണ്ട്, കാരണം അവർക്ക് കിട്ടുന്ന ഒബ്സ്റ്റക്കിൾസ് റാൻഡമായിട്ട് എവിടെ വരുന്നു ചിലപ്പോൾ എന്നുള്ള പോലെ ആയിരിക്കും. ഒത്തിരി അകലെയല്ല വരുന്നതെങ്കിൽ കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ഈ പവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ആ പവർ എടുക്കരുത്, അത് പൊട്ട പവറാണ്. ആ പവർ കിട്ടിക്കഴിഞ്ഞാൽ ബോളങ്ങ് പറന്നു പോകും, പിന്നെ ഭയങ്കര പാടാണ് കൺട്രോൾ ചെയ്യാനായിട്ട്. അത് ഗ്രാവിറ്റി കുറയ്ക്കുന്ന പവറാണ്. പകരം ഗ്രാവിറ്റി കൂട്ടുന്നൊരു പവറുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ചുകൂടെ നമുക്ക് ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, കാരണം ബോൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡബിൾ കോയിൻ. അതിനടുത്ത് കാണിച്ചായിരുന്നു തോന്നുന്നു നേരത്തെ, എപ്പോഴോ എനിക്കെടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ വേറൊരു ട്രിക്ക് അതാണ്, അതായത് കോയിനും പവറും ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കോയിനും പവറും കുറച്ചുകൂടി ഹൈ വാല്യൂ ആണല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഒബ്സ്റ്റക്കിളിൻ്റെ ഇടയ്ക്കൂടെ കിടക്കാൻ നോക്കാതെ കോയിൻ എടുക്കാനോ പവർ എടുക്കാനോ നോക്കും. അപ്പോൾ നമ്മൾ ഒബ്സ്റ്റക്കിളിൽ പോയി ഹിറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ. അപ്പോൾ എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്, കോയിനോ പവറോ ചിന്തിക്കുകയേ ചെയ്യരുത്, ഒബ്സ്റ്റക്കിളിൻ്റെ ഇടയ്ക്കൂടെ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. കോയിൻ കിട്ടുമ്പോൾ കിട്ടിക്കോട്ടെ, കിട്ടുന്നില്ലെങ്കിൽ കിട്ടണ്ട. അതാണ് ഹൈ സ്കോർ കൂട്ടാൻ ഏറ്റവും നല്ലത്. ഇല്ല നിങ്ങൾ ബോൾ വാങ്ങാനോ ഉദ്ദേശിക്കുന്നത്, അതിനോട് കോയിനോ കൂട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാക്സിമം കോയിൻ എടുക്കാൻ നോക്കുക. നമ്മളിതുവരെ മിസ്സായല്ലോ, പവറും കിട്ടുമെന്ന് നോക്കാം. കോയിൻ മാഗ്നറ്റ് ഞാൻ അതിന് ഒട്ടും ഓർക്കണില്ല. ഇതേ പോലെ കോയിൻ നമ്മുടെ അടുത്തേക്ക്, സ്ക്രീനിലുള്ള കോയിൻസ് നമ്മുടെ അടുത്തേക്ക് പറന്ന് വന്ന് നമുക്ക് സ്കോർ കിട്ടും. നമ്മൾ കോയിൻ എടുക്കാൻ പോകണ്ട. 10-15 സെക്കൻഡാണ് ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ. നിങ്ങൾക്ക് അതാണ് ആ ഗ്ലോ കാണുന്നത്. അപ്പോൾ ആ ഗ്ലോ ഉള്ള അത്ര സമയം എടുത്ത് നമുക്ക് പവർ ഉണ്ടെന്നാണ്. പക്ഷേ ഈ നോ ഡെത്ത് ആ പവർ കിട്ടുമ്പോൾ സൂക്ഷിക്കണം, കാരണം നമ്മളെല്ലാം പവർ തീരാൻ പോകുന്ന ഫ്രാക്ഷൻ സെക്കൻഡിൽ ചിലപ്പോൾ നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോള് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയിട്ട് 5 മിനിറ്റായി, നമ്മൾ പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് ഗെയിം. ഞാൻ ഒന്നുകൂടെ ആ ബോൾസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇത്രയും ബോൾസ് ഉണ്ട് ഇതിനകത്ത്. കോക്കനട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ലീഫ് ബോൾ, ബേബി ബോൾ, ബീച്ച് ബോൾ, ബാസ്ക്കറ്റ് ബോൾ, സോക്കറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ബോൾ നമ്മൾ കോയിൻസ് വെച്ചിട്ടാണ് മേടിക്കുന്നത്. കോയിൻസ് കളിച്ചുണ്ടാക്കാം, വീഡിയോസ് കണ്ട്. അതാണ് ആകെപ്പാട് ആട്. ബാനർ ആടല്ലാതെ ആകുള്ള ആട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ആട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ നമുക്കിതുപോലെ ലാൻഡ്സ്കേപ്പായിട്ടും പോർട്രേറ്റായിട്ടും കളിക്കാം. എനിക്ക് പോർട്രേറ്റാണ് കുറച്ച് ഇഷ്ടപ്പെട്ടത്. എനിക്ക് സിംഗിൾ ഹാൻഡിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് പലർക്കും